ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാൾ കൂടി ഒരു വ്ലോഗ് എടുക്കാമെന്ന് വെച്ചു. ചെറുക്കം വീട്ടുകാരെ അങ്ങനെ തളരരുതല്ലോ. സോ വി ആർ സ്ട്രോങ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നാളെയാണ് നമ്മുടെ കല്യാണം. ഇന്നപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സോ ഒരു ഫ്രോക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ചെറിയ ഒരു ഫ്രോക്കാണ്. സോ അങ്ങനെ കല്യാണമൊക്കെ ആയാലും എക്സാംസ് ആയതുകൊണ്ട് ഇന്റേണൽ മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഐ വാണ്ട് ടു ചെക്ക് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് പോകാൻ സമയം ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വീണ്ടും ചേട്ടൻ്റെ അടുത്തോട്ട് പോകും, കല്യാണ വീട്ടിലോട്ട്. സോ ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിയ പാടെ നേരെ ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോവാ അല്ലേ. കാർ ഇറങ്ങിയതും ഇവിടുന്ന് വേറെ കാറില് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോകും. എങ്ങോട്ടോ എവിടേക്കൊന്നും അറിയില്ല. കയറിയിരുന്നു. ചെക്കൻ കേട്ടാ, നാളെ കല്യാണാണ്, കെട്ടാൻ പോണ. എന്താണ് പറയാനുള്ളത്? കോഡിന്റെ എൻഡവറുണ്ടായി. ഇന്നുമല്ലേ ആണോ? നീ എന്ത് ചെയ്യണം? ഇങ്ങനെ തലയുടെ മുകളിൽ കൂടെ കൊണ്ടുപോയി ഇങ്ങനെ വച്ചിട്ട് കഴുത്തൊക്കെ അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏത് സൈഡിലും ഏത് മുകളിലുള്ളത് മുകളിൽ. അപ്പൊ നമ്മൾ സെക്കൻഡ് ടൈം വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നേക്കാണ്. ഓട്ടം തന്നെ ഓട്ടം. എന്താ ലാഭം? നല്ല ലാഭം. ഷോർട്ട് വീഡിയോ ഇടാറുണ്ടോ? ഞാൻ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാ പ്രാക്ടീസും ചെയ്ത് കഴിഞ്ഞ് വീട്ടിലോട്ട് വീണ്ടും തിരിച്ചെത്തിയേക്കാണ്. ഇനിയും വീണ്ടും നമ്മളൊന്ന് റെഡിയായിട്ട് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ ഔട്ട്ഫിറ്റൊന്ന് മാറ്റണം. അയ്യോ അടുത്ത്. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ഇനിയും ചെയ്യാനുണ്ട്. നൈറ്റ് 9:30 ആകുമ്പോൾ ഇനിയും പ്രാക്ടീസ് ചെയ്യണം. 6 മണിക്കാണ് ഇനി 7 മണി സമയത്താണ് ദക്ഷിണ കൊടുക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ചേട്ടൻ്റെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യണില്ല കേട്ടോ. നാളെ ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു പുതിയ മേക്കപ്പ് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. സോ ഞാൻ ഒന്ന് രാവിലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നും ചെയ്യാനുള്ള ഫുൾ ക്ലീൻ ഒരു ഇതിലാണ് പോണത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കൊക്കെ മാറ്റിയിട്ട് സെറ്റ് സാരി ഉടുക്കാമെന്നാണ് തീരുമാനിച്ചേക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഉടുത്തിട്ട് കാണാം.
ബൈ. വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ കുറേ എന്താണ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് എത്തിയേക്കാണ്. ഇപ്പം സമയം 12:10. കറണ്ട് വീട്ടിൽ പോയി തിരിച്ച് വീട്ടിലെത്തി. സോ ദിസ് ഈസ് മൈ കോലം. ഇനിയും നാളെ നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം 5:30 അപ്പോൾ നമുക്ക് റെഡി ആവാനുണ്ട്. ഇപ്പോഴേ തുടങ്ങിയില്ലെങ്കിൽ എന്തായാലും ഒരു 8:30 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. 9:30 മുഹൂർത്തം. സോ ഐ വാണ്ട് ടു ഗെറ്റ് റെഡി. അപ്പോൾ 5:30 നമുക്ക് പെട്ടെന്ന് ഷട്ടപ്പടേ എന്ന് കാര്യങ്ങളൊക്കെ നീക്കണം. അപ്പോൾ റെഡി ആയിട്ട് കാണാം. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. സാരി എല്ലാം ഡ്രൈപ്പൊക്കെ ചെയ്ത് എല്ലാം ഓർണമെൻറ്റ്സ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാൻ റെഡി ആവാണ്. ഇവിടെ എല്ലാവരും റെഡിയായി. നമ്മളുടെ 8:15. അപ്പോൾ നമുക്ക് എത്തേണ്ട സമയം 9:30 നമ്മുടെ എന്താണ് മുഹൂർത്തം. സോ ഇതാണ് എൻ്റെ ഔട്ട്. തലതിരിഞ്ഞൊക്കെ പോയി. സോ ദിസ് ഈസ് ഇറ്റ്. അപ്പം നമുക്ക് വഴിയെ കല്യാണത്തിന് മണ്ഡപത്തിൽ വെച്ച് കാണാം. ഓക്കെ, ആരും വന്നിട്ടില്ല. അവര് വന്നിട്ട് ഒന്നിച്ച് and so their story begins. Meghna and Abhay. ചേച്ചി സമയം കൊണ്ട് ചേച്ചി എടുക്കാം. ഇന്നലെയും എന്റെ കഴിക്കണ വീഡിയോയില് വന്ന് ബ്ലോഗില്, ഇന്നും കഴിക്കണ വീഡിയോ. എപ്പോഴും തിന്നാന്ന് വിചാരിയുള്ള ഇതൊക്കെ കേക്കും. അല്ല അല്ല കാണികളോട് ഞാനിടും. ഇതൊക്കെയാണ് ചേട്ടാ, ഇതൊക്കെയാണ് ചേട്ടാ എന്റെ കണ്ടന്റ്. ഞാൻ 2 വാക്ക് പറഞ്ഞു. എന്താ പറയണ്ടേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നാട്ടുകാരോട്. അപ്പം നമ്മൾ വീണ്ടും കല്യാണം കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പാർട്ടിക്കാണ്. പാർട്ടി 6:30. 6:30 വേണ്ടിയിട്ട് നമ്മൾക്ക് ഇനിയും റെഡി ആവണം. വീണ്ടും ഒട്ടും വയ്യ, നല്ല ഉറക്കം വരണേ. പെണ്ണിൻ്റെ വീട്ടുകാർ തകൃതായിട്ട് ഡാൻസൊക്കെ ആയിരുന്നു ഇന്ന്.
ഭയങ്കര ഒത്തൊരുമിച്ചൊക്കെയാണ് അവർ കളിച്ചത്. ഭയങ്കര എല്ലാവരും നല്ല ഇതായിരുന്നു, സെയിം ആയിട്ടാണ് കളിച്ചത്. പിന്നെ ഞങ്ങൾ ഇന്നലെയാണ് പ്രാക്ടീസ് തുടങ്ങിയത്. അപ്പം അതിനനുസരിച്ച് നല്ല പോരായ്മകൾ ഉണ്ടാവും, എന്നാലും കളിക്കണം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇപ്പം എന്തായാലും ഞങ്ങൾ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് 6:30 ആകുമ്പോഴേക്കും അടുത്ത ഓഡിറ്റോറിയത്തിലോട്ട് എത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കിതൊക്കെ ഊരി വയ്ക്കണം, ഭയങ്കര ആശ്വാസം കിട്ടും. അപ്പം അത് കഴിഞ്ഞു. സോ ഹലോ ഗായ്സ്, നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ്. സോ ഇത് ഞാൻ ഓൾറെഡി ഇട്ടേക്കുന്ന ഒരു ഡ്രസ്സാണ്. സോ ഇത് ഞാൻ വേറെ എവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു തരത്തിലുള്ള ഒരു ഫ്രോക്കാണ് ഇട്ടേക്കണേ. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഐ ഷാഡോ റെഡ് കളർ, പിന്നെ ഇത്തിരി ഗിൽട്ട് പോലെ ഇട്ട് അങ്ങനത്തെ ഒരു മേക്കപ്പാണ് ഇട്ടേക്കണേ. സോ പിന്നെ തലയിൽ ഇത് വാങ്ങിച്ചത് സോ അത്ര വലിയ കാര്യത്തിനൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് കണ്ണെഴുതി ഇത്തിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അങ്ങനെ. ഇതാണ് കേട്ടോ നമ്മുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതിനാണ് നമ്മൾ പോവാൻ പോകുന്നത്. അതിനി അവിടെ സാധ്യതയല്ല, അമ്മ പറയണ പോലെ നടപടിയാണ് കേസല്ല. അത് അവിടെ വേണം. ഇവിടെയാണ് നമ്മൾ ഡാൻസ് കളിക്കാൻ പോകുന്നത്.